ഒരു വർഷം വീട്ടിൽ നിന്നിട്ട് തികച്ചും ഒറ്റപ്പെട്ടൊരു സ്ഥലത്തേക്ക് പിന്നെ വീണ്ടും വന്നതാണ് ഞാൻ കേട്ടോ. അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ വന്നപ്പം എനിക്ക് ഇവിടെ അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റണില്ല. ഈ ഒരു അന്തരീക്ഷമായിട്ട് കുട്ടിക്കും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. കാരണം ഈ മുന്നിലെ കിണറൊക്കെ അവൾക്ക് അപരിചിതമായിട്ട് മാറി. അവൾ ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അവളേക്ക് പോയി എത്തി നോക്കാൻ തുടങ്ങി. അവിടേക്ക് പോയി തട്ടി തടയാൻ തുടങ്ങി. എനിക്കതൊക്കെ കാണുമ്പോൾ പേടിയാവാൻ തുടങ്ങി. കാരണം അവിടെ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവളതിൽ പോയി വീഴുവോ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് വെറുതെ എൻ്റെ കാനെടുത്ത് ഞാൻ ചോദിച്ചതാണ് എനിക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് തരുമോ എന്നുള്ളത്. അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഇപ്പോൾ എൻ്റെ വീഡിയോ റീസെൻ്റ്ലി കണ്ടവർക്കറിയാം ഇപ്പോൾ ഞങ്ങൾ ആ ഒരു മുറ്റം എത്രത്തോളം ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതിങ്ങനെ ആയിരുന്നു കേട്ടോ അതിൻ്റെ തുടക്കം. ആദ്യം ഇങ്ങനെയൊക്കെ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. മുന്നിലൊരു കുണ്ടുണ്ട്. അങ്ങനെ പിന്നെ നമുക്കിത് തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞ ഒരു വാക്കിൻ്റെ പുറത്താണ് ആൾ എനിക്ക് എത്ര പ്രാവശ്യം എത്രയോ നഴ്സറികൾ കയറി ഇറങ്ങി ഒരുപാട് ചെടികൾ വാങ്ങിത്തന്ന് പിന്നെ എൻ്റെ ഒരു മൈൻഡൊന്ന് റിലാക്സ് ആവാൻ ഞാനൊരു ഡിപ്രഷനിലേക്ക് പോവാതിരിക്കാൻ ഒക്കെ വേണ്ടിയിട്ട് 99% പിന്നെ ഒരു കഴിവായിരിക്കും ഈ ഒരു ഗാർഡനിൽ ഉണ്ടാവുക. ഞാൻ ആ ചെടികൾ ജസ്റ്റ് നനയ്ക്കണ്, അത് കുഴിച്ചിടണമെന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അതിലൊരു റോളും ഇല്ല കേട്ടോ. ബാക്കി എല്ലാം സെറ്റ് ചെയ്യുന്നതൊക്കെയാണ്. എനിക്ക് എന്താ പറയുക, ഞാൻ അത്രയും ലോ ആയിട്ടിരുന്നൊരു സ്റ്റേജിൽ ഒരു സപ്പോർട്ട് ചെയ്തത് അത്രയും വലിയ രീതിയിലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യ പിണക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, പിന്നെ കച്ചറൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരിനെ കൈവിടാതെ പിടിച്ച് നിന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നല്ലൊരു ഗാർഡനാക്കി പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാക്കി തീർത്തത് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ അവിടെ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇക്കാൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വീടേ ഉള്ളൂ. അപ്പോൾ ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനാണ്. എനിക്കങ്ങനെ ജീവിക്കാനേ കഴിയാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഹാപ്പിനെസ്. ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വീട്ടിൽ പോയാലും മഴ പെയ്താലൊക്കെ എൻ്റെ ചെടികൾ എന്തെങ്കിലും ആവുമോ, എനിക്ക് ചെടിയൊക്കെ എന്തെങ്കിലും പറ്റുമോ, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ചിന്തകൾ മനസ്സിൽ. എന്തായാലും ഒരുപാട് ഹെൽത്തി പ്ലാന്റുകളും ഉണ്ടായി. പിന്നെ ഒരുപാട് ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോ പ്ലാന്റ്സും നടുമ്പോൾ പിന്നെ അത്രയും പ്രതീക്ഷയോടെയാണ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഫ്ലോപ്പായി. പക്ഷേ ആ ഫ്ലോപ്പായതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. പിന്നെയും നട്ടുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ജമന്തിയൊക്കെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഫ്ലവർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മളൊരു ലാൻഡ്സ്കേപ്പ് പോലെ സെറ്റ് ചെയ്തു. അവിടെ റോസിൻ്റെ ഗാർഡൻ വന്നു. പിന്നെ 10 മണിൻ്റെ വലിയൊരു പൂന്തോട്ടം പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഹട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. കുറേ ഞാൻ വീഡിയോ എടുത്തു, കുറേ ഞാൻ എടുത്തിട്ടില്ലടോ. അതിനുള്ളൊരു മൂഡൊന്നും ചില ടൈമിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. പിന്നെ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്ത് തരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇല്ലാത്ത ടൈമിലായിരുന്നു. പക്ഷേ എനിക്കിത് കാണുമ്പോൾ വല്ലാതെ പാവം തോന്നി. ആൾ ഷോപ്പ് പോകുന്നതിൻ്റെ മുമ്പും അവിടുന്ന് വന്നതിൻ്റെ ശേഷമൊക്കെയാണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ഈ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലും ഞാൻ ഒരു ഗ്രേറ്റ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. ഇപ്പോൾ ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻഷുവിനെ കണ്ട ആരും പേടിക്കേണ്ട, ഓൾ അബ്ബൻ്റെ ടീഷർട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.